1998 മരിയാസദനം സ്ഥാപിതമാകുന്നത്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം ധാരാളം നല്ല പ്രവൃത്തികൾ ഇതിനോടകം ഈ സ്ഥാപനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗാനമേള ട്രൂപ്പ്, നാടക അക്കാദമി, അതുപോലെ തന്നെ മറ്റ് വൈവിധ്യമാർന്ന മറ്റ് പരിപാടികളെല്ലാം ഇവിടെ ആസൂത്രണം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ഈ അവസരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. ഇതാണ് 550ഓളം ആളുകളാണ് ഇവിടെ ഇപ്പോൾ താമസിക്കാനുള്ളത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, അതുപോലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ മറ്റു കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാനായിട്ട് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ഈ വലിയ ത്യാഗം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. മരിയാസനത്തിൻ്റെ ഡയറക്ടർ കൂടിയായ സന്തോഷ് മരിയാസനമാണ് നമ്മളോടൊപ്പം ചേർന്ന് പ്രതികരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അത് നമുക്ക് അനുവദിച്ചിരിക്കുന്ന എണ്ണം ആളുകൾ അത് 300 പേരാണ്. ഈ 300 പേര് താമസിക്കേണ്ട സ്ഥലത്ത് 478 ആളുകൾ ഇപ്പം തന്നെ. അപ്പം ഇങ്ങനെ വളരെ അതായത് നിയമം അനുസരിച്ച് ലൈസൻസ് അനുസരിച്ചുള്ള ആളുകൾ നമുക്ക് പാർട്ടിക്ക് ബാക്കിയുള്ളവരെ ഒഴിവാക്കാനുള്ളൊരു നിർദ്ദേശം സോഷ്യൽ ജസ്റ്റിസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കേണ്ടത് എങ്ങോട്ടാണെന്നുള്ളത് അത് എങ്ങനെ അവരെ പറഞ്ഞു വിടുമെന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. രണ്ടാമത്തെ കാര്യം, പുതിയതായിട്ട് വരുന്ന അസോസിയേറ്റ്സ്, പുതിയ ആളുകൾ പോലീസ് വഴിയും അല്ലാതെയൊക്കെ വരുന്ന ആളുകളെ നമ്മൾ എങ്ങനെ എടുക്കാതിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും. നമുക്കൊരു നല്ല മനസ്സുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെ ഇപ്പം നമുക്ക് ഒഴിവാക്കി വിടാമല്ലോ, ഇവിടെ എടുക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് വിടാമല്ലോ. പക്ഷെ നമ്മുടെ നല്ല മനസ്സിനെ ജനങ്ങൾ അംഗീകരിക്കണ്ടേ? ഇതിനോട് ഇത് ഉയർത്തിക്കൊണ്ട് വരാൻ ഇതിൻ്റെ ഉന്നത മന്ത്രിമാരുണ്ട്, മറ്റു ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രതിബദ്ധരാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാൻ പറ്റിയതാണ്. ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്കച്ചേട്ടാ രേഖപ്പെടുത്തിയ ഒരു കൺവെൻഷനാണ്. വർഷങ്ങളായിട്ട് നല്ല ബന്ധമുള്ളൊരു മനുഷ്യനാണ്. തുടക്കകാലം മുതലേ കൂടെ ഉള്ള ഒരാളാണ്. ഇങ്ങനെ ഇപ്പോൾ ബിജു എന്താണ് ബൈജു പക്കച്ചേട്ടൻ നമ്മുടെ ഈ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളും നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുക, അവരുടെ സഹായം വഴിയാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ആളുകളെ ഇനി തുടർന്ന് എടുക്കാൻ സാധിക്കാനാണ്. ഇതിനകത്തുള്ളതിൽ കുറച്ച് പേരെ ഒഴിവാക്കിയില്ല. എന്തായാലും നമ്മൾ ഇനി അടുത്ത നടപടിയായിട്ട് സ്വീകരിക്കുക. ഇതൊരു യോഗം കൂടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? പൊതുജനങ്ങളെ ഭരണാധികാരികളൊക്കെ ഈ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെല്ലാം ഇനി നമ്മുടെ നാട്ടിൽ കൂടുതൽ വയോജനങ്ങളെയും അതുപോലെ മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകളെയും കിടപ്പ് രോഗികളൊക്കെ സംരക്ഷിക്കാനുള്ള പ്രദേശത്തുള്ള കേരളത്തിലെ പാവങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രശ്നമാണ്. ഒരാളിനെ ഈ വഴിക്കിടെ ഇറക്കി വിട്ടാൽ ആ ആൾ മുഖേന ഉണ്ടാകുന്ന ന്യൂസൻസ് സമൂഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് വലിയ 550 പേരെ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട ആളുകളുമൊക്കെ നമ്മോട് പ്രതികരിച്ചത് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ, ഈ സ്ഥാപനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ, ഈ സ്ഥാപനം ഇനിയും ഉയരങ്ങളിലെത്താൻ നമുക്കെല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം. ഇത് റെൻസോയ് വിഷന് വേണ്ടി പാലായിൽ നിന്നും മരിയാസനത്തിന് മുമ്പിൽ നിന്നും റെൻസോയ് ജോസ്.